സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആവിഷ്കരിച്ചിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ ക്ലെയിം നിരസിക്കപ്പെട്ടാൽ എന്തെല്ലാം പരിഹാര മാർഗങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. നിയമപരമായ പരിഹാര മാർഗങ്ങൾ തേടുന്നതിന് മുന്നോടിയായി 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, എംപാനൽ ചെയ്യപ്പെട്ട ഹോസ്പിറ്റലിൽ എംപാനൽ ചെയ്യപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് നമ്മളുടെ ചികിത്സ നടത്തിയിട്ടുള്ളത് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് നമ്മൾ ചികിത്സിച്ച ഹോസ്പിറ്റൽ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചികിത്സ തേടിയ ഡിപ്പാർട്ട്മെന്റും എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കുകയുള്ളൂ. എംപാനൽ ചെയ്യാത്ത ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയാൽ ക്ലെയിം കിട്ടുന്നത് 3 തരം ചികിത്സകൾക്ക് മാത്രമാണ്. അതിലൊന്ന്, ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ നിന്ന്. രണ്ടാമതായി, ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം സംഭവിക്കുന്ന ചികിത്സയ്ക്ക്. 3, സ്ട്രോക്ക്. ഈ 3 ചികിത്സകൾക്ക് മാത്രമാണ് മെഡിസെപ്പിന്റെ എംപാനൽ ചെയ്യാത്ത ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചികിത്സ തേടിയാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുകയുള്ളൂ. ഇനി എംപാനൽ ചെയ്ത ഹോസ്പിറ്റലും എംപാനൽ ചെയ്ത ഡിപ്പാർട്ട്മെന്റും തന്നെയാണ് നമ്മൾ ചികിത്സ നടത്തിയിട്ടും നമ്മൾക്ക് ക്ലെയിം നിരസിക്കപ്പെട്ടാൽ നമ്മൾ 3 തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകൾ എന്നറിയപ്പെടുന്ന കൺസ്യൂമർ കോടതികളെ സമീപിക്കുക എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അഥവാ ഉപഭോക്തൃ കോടതി. ഉപഭോക്തൃ കോടതികളെ സമീപിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഉപഭോക്തൃ കോടതികൾ നമ്മുടെ എതിർകക്ഷികൾ ആരാണെന്ന് പരാതി കൊടുക്കുമ്പോൾ കൃത്യമായി ഡിഫൈൻ ചെയ്യണം. ഇവിടെ മെഡിസെപ്പിനെ സംബന്ധിച്ച് ക്ലെയിം നിരസിക്കപ്പെട്ടാൽ ഒരു പരാതി സമർപ്പിക്കുമ്പോൾ എതിർകക്ഷികളായി നാം ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത് ഒന്ന്, മെഡിസെപ്പ് തന്നെയാണ്. സെക്രട്ടേറിയറ്റിലുള്ള മെഡിസെപ്പിന്റെ ഓഫീസുണ്ട്. ഒരു മാനേജർ എന്ന തസ്തികയിലുള്ള ഒരു ഓഫീസറുണ്ട്. രണ്ടാമതായി നമ്മൾ എതിർകക്ഷിയായി ചേർക്കേണ്ടത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. അവരാണ് സർവീസ് പ്രൊവൈഡർ. മൂന്നാമതൊരു എതിർകക്ഷിയെ കൂടി നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അവരാണ് നമ്മൾ ചികിത്സ നടത്തിയ ഹോസ്പിറ്റൽ. പലപ്പോഴും സാധാരണഗതിയിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ സാധാരണ ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് എതിർകക്ഷിയായി ചേർക്കേണ്ടതില്ല. കാരണം അവർ ചികിത്സിച്ചതിന്റെ പണം നമ്മളിൽ നിന്ന് ഈടാക്കി നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ചികിത്സിച്ചതിന്റെ പണം മാത്രം ഈടാക്കിയ ഹോസ്പിറ്റലുകളെ സാധാരണ ഒരു ഇൻഷുറൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം നിരസിക്കപ്പെട്ടാൽ നമ്മൾ എതിർകക്ഷിയായി കോടതിയെ സമീപിക്കുമ്പോൾ ചേർക്കേണ്ടതില്ല. എന്നാൽ മെഡിസെപ്പിന് അല്പം വ്യത്യാസമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ മെഡിസെപ്പ് നൽകുന്നത് ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും നമ്മൾ 1-2, അതായത് മെഡിസെപ്പിനെയും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയെയും മാത്രം കക്ഷി ചേർത്തുകൊണ്ട് കോടതിയിൽ വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി കൊണ്ടുവരുന്ന ഒരു വാദമുണ്ട് കോടതിയിൽ. അതായത് ഞങ്ങളൊരു പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ചികിത്സയ്ക്കും ഓരോ എമൗണ്ട് പാക്കേജായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പാക്കേജിന് തുല്യമായ തുക ഹോസ്പിറ്റലിന് റീഇംബേഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്, അഥവാ നൽകിയിട്ടുണ്ട്. എന്നാൽ ഹോസ്പിറ്റൽ അതിന് പുറമെ ബില്ല് ചെയ്ത് ഉപഭോക്താവിൽ നിന്ന് അഥവാ മെഡിസെപ്പിന്റെ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയിരിക്കുന്നതാണ്. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നൊരു വാദം പലപ്പോഴും ഇൻഷുറൻസ് കമ്പനി ഇത്തരം കേസുകൾ വരുമ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ, അതായത് ഈ ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനി നല്ല എഗ്രിമെന്റിൽ പെർട്ടിക്കുലർ ചികിത്സ, നമ്മൾ നടത്തിയ പെർട്ടിക്കുലർ ചികിത്സ ഇത്ര എമൗണ്ടിന് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ. അതുകൊണ്ടാണ് അവരെ എംപാനൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ഹോസ്പിറ്റലിന്റെ ചില ഡിപ്പാർട്ട്മെന്റ് ഒഴിവാക്കുന്നത്. കാരണം അവർ എഗ്രി ചെയ്തിട്ടില്ല. ആ ചികിത്സ ഇത്ര കമ്പനി പറയുന്ന, ഇൻഷുറൻസ് കമ്പനി പറയുന്ന റേറ്റിന് ചെയ്യാമെന്ന് ഹോസ്പിറ്റൽ എഗ്രി ചെയ്യാറില്ല. അതുകൊണ്ടാണ് ചില ഡിപ്പാർട്ട്മെന്റുകൾ പല ഹോസ്പിറ്റലിൽ എംപാനൽ ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ആ തുക, നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പാക്കേജ് തുകയ്ക്ക് ആ ചികിത്സ പൂർത്തിയാക്കുക എന്ന് ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനി എഗ്രിമെന്റ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ ആ ചികിത്സ ആ തുകയ്ക്ക് പൂർത്തിയാക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് ഈ തുക കൂടുതലായി വരുന്ന പല കേസുകളിലും പാക്കേജിന് പുറമേയുള്ള ബില്ലിംഗ് ഹോസ്പിറ്റലുകൾ നടത്തുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപഭോക്തൃ കോടതികളെയോ മറ്റു പരിഹാര മാർഗങ്ങളോ തേടുമ്പോൾ എതിർകക്ഷിയായി ഹോസ്പിറ്റലിനെയും കൂടി ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നന്നായിരിക്കും. അതല്ലെങ്കിൽ പിന്നീട് ഇൻഷുറൻസ് കമ്പനി അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിനാണ് റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിനെയും കൂടി നമുക്ക് അവിടെ ഇംപ്ലീഡ് ചെയ്യേണ്ടി വരും. അത് സമയനഷ്ടത്തിനിടയാക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലയിലെ ഉപഭോക്തൃ കമ്മീഷനെ നമുക്ക് സമീപിക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ സ്ഥിര താമസമായ സ്ഥലത്തെ ജില്ലയിലെ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാം. അതല്ലെങ്കിൽ എതിർകക്ഷികളുടെ അഡ്രസ്സ് നിലനിൽക്കുന്ന ആ ജില്ലയിലെ ഉപഭോക്തൃ കമ്മീഷനുകളെ നമുക്ക് സമീപിക്കാം. ഇതിൽ ഏതാണോ നമുക്ക് സൗകര്യം ആ ജില്ലയിലുള്ള കമ്മീഷനുകളെയാണ് നമുക്ക് സമീപിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് സൗകര്യപ്രദമായിരിക്കും. 3 എതിർകക്ഷികളെ ചേർത്തുകൊണ്ട് നമ്മൾ പ്രത്യേക മാതൃകയിൽ കേസ് ഫയൽ ചെയ്യുക. ഫയൽ ചെയ്ത ശേഷം നമ്മളുടെ
കേസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു 3-4 തവണയെങ്കിലും കോടതിയിൽ പോകേണ്ടതായി വരും. അതിന് നമ്മൾ തയ്യാറാവണം. നമ്മൾക്ക് അത്യാവശ്യം വാദിക്കാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി ഉണ്ട് എങ്കിൽ നമുക്ക് പാർട്ടി ഇൻ പേഴ്സണായി കോടതിയിൽ അപ്പിയർ ചെയ്യാവുന്നതാണ്. ഇതിനൊന്നും കഴിവില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും സമയമില്ല, അല്ലെങ്കിൽ വലിയ എമൗണ്ടിന്റെ ക്ലെയിം ഒക്കെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു അഭിഭാഷകന്റെ സേവനം നമുക്ക് തേടാവുന്നതാണ്. നമ്മൾ പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ടാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 3 എതിർകക്ഷികൾ വെച്ചാണല്ലോ നമ്മൾ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ ഈ 3 എതിർകക്ഷികളുടെയും രജിസ്ട്രേഡ് ആയിട്ടുള്ള വിലാസം നമ്മൾ സംഘടിപ്പിക്കണം. ഈ 3 പേരുടെയും രജിസ്റ്റേർഡ് പിൻകോഡോട് ഉൾപ്പെടെ, എന്നാലാണ് കോടതിയിൽ നിന്ന് രജിസ്റ്റേർഡ് നോട്ടീസ് പോവുകയും അവർക്ക് സെർവ് ചെയ്തുകൊണ്ട് അവരെ കേട്ടുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ രജിസ്റ്റേർഡ് മേൽവിലാസം സംഘടിപ്പിച്ചിരിക്കണം 3 എതിർകക്ഷികളുടെയും. ഇനി ഉപഭോക്തൃ കമ്മീഷനുകളിൽ നമുക്ക് അനുകൂലമായി വിധി ഉണ്ടാകുന്ന സാഹചര്യം, നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലെയിം എമൗണ്ട് തിരികെ കിട്ടും. അത് കൂടാതെ നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചതിനും നമുക്ക് ഹോസ്പിറ്റൽ സമയത്ത് അവരെ ബില്ല് റീംബേഴ്സ് ചെയ്യാതെ നമുക്ക് പലരിൽ നിന്ന് കടം മേടിക്കേണ്ടതായി, അല്ലെങ്കിൽ പൈസ അറേഞ്ച് ചെയ്യേണ്ടതായൊക്കെ സാഹചര്യം ഉണ്ടാവും. അത് നമുക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഉപഭോക്തൃ കോടതികൾ ക്ലെയിം തുകയ്ക്ക് കൂടാതെ മാനസികമായി കമ്പനി നമ്മളെ ബുദ്ധിമുട്ടിച്ചതിനുള്ള നഷ്ടപരിഹാരവും നമുക്ക് അനുവദിക്കും. അത് കൂടാതെ നമ്മൾ ഒരു 5-6 തവണയെങ്കിലും കോടതി പോകേണ്ടി വരും, അല്ലെങ്കിൽ വക്കീലിനെ വെക്കേണ്ടി വരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ വക്കീൽ ഫീസായ, അല്ലെങ്കിൽ കോടതി ചെലവ് എന്നാണ് അതിന് പറയപ്പെടുന്നത്, കോടതി ചെലവും നമുക്ക് കോടതിയിൽ നിന്ന് അനുവദിക്കും. അപ്പോൾ ക്ലെയിം തുകയും മാനസിക പീഡനത്തിനുള്ള നഷ്ടപരിഹാരവും അതേപോലെ കോടതി ചെലവും ഉപഭോക്തൃ കമ്മീഷനുകളിൽ നിന്നും നമ്മളുടെ ഭാഗത്ത് ശരിയായ രീതിയിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കോടതിയെ കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം നഷ്ടപരിഹാരങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുവദിക്കുന്നതാണ്. ഉപഭോക്തൃ കോടതികൾ കേസുകളുടെ ദൈർഘ്യം പ്രധാനമാണ്. അതായത് നമുക്ക് ചില ജില്ലകളിൽ ഒരുപാട് കേസ് കുറഞ്ഞ ജില്ലകളിലാണ് ഈ കേസ് പെട്ടെന്ന് തീരും. അപ്പോൾ ഓരോ ജില്ല അനുസരിച്ച്, ഓരോ കോടതി അനുസരിച്ച് കേസുകൾ തീരുന്നതിനുള്ള കാലതാമസം അത് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ എറണാകുളം പോലെയുള്ള ജില്ലകൾ, അല്ലെങ്കിൽ തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, ഈ ജില്ലകളിലൊക്കെ കേസുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. എറണാകുളം, തൃശ്ശൂരൊക്കെ 2 വർഷമെങ്കിലും ചുരുങ്ങിയത് ഒരു കേസ് ഫയൽ ചെയ്താൽ തീരുമാനമാകാൻ വേണ്ടി സമയമെടുക്കും. കാരണം അവിടെ കേസുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ്. എന്നാൽ കേസുകളുടെ എണ്ണം താരതമ്യേന കുറവുള്ള ആലപ്പുഴ, പത്തനംതിട്ട, അതേപോലെ തന്നെ പാലക്കാട്, അതുപോലെ കാസർഗോഡ്, വയനാട്, ഇതേപോലെയുള്ള ജില്ലകളിലൊക്കെ കേസുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ഇവിടെ എല്ലാം ഫയൽ ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ കേസുകൾ 1 വർഷത്തിൽ താഴെയുള്ള സമയത്ത് തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഈ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലമോ, അതല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ സ്ഥലമോ, അതല്ലെങ്കിൽ നമ്മളുടെ സ്ഥിരമായ മേൽവിലാസമോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ജില്ലകളിലായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ജില്ലകളിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഉപഭോക്തൃ കോടതികളിൽ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ മറ്റും പരിഹാര മാർഗങ്ങളെല്ലാം തേടി അവസാനം മാത്രമാണ് ഉപഭോക്തൃ കോടതികളെ സമീപിക്കാനാവൂ എന്നൊരു നിയമമില്ല. നമുക്ക് ക്ലെയിം എപ്പോൾ നിരസിക്കപ്പെടുന്നു അപ്പോൾ തന്നെ നമുക്ക് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകളെ കേസുമായി ഫയൽ ചെയ്യാം. ഇൻഷുറൻസ് കമ്പനിയുടെ ത്രിതല പരിഹാര സംവിധാനം ഉപയോഗിച്ച ശേഷം മാത്രമാണ് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവൂ എന്ന് ഒരു നിയമമില്ല. അതൊരു ജിയോ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ജിയോ ഇപ്പോൾ ഹൈക്കോടതിയും അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനും റദ്ദാക്കിയിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 സെക്ഷൻ 100 പ്രകാരം ഏതൊരു മറ്റു പരിഹാര മാർഗങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും കണക്കാക്കാതെ തന്നെ നേരിട്ട് ഒരു ഉപഭോക്താവിന് എന്തെങ്കിലും സർവീസ് ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ ഉപഭോക്തൃ കമ്മീഷനുകളെ അല്ലെങ്കിൽ കൺസ്യൂമർ കോടതികളെ സമീപിക്കാമെന്ന് ഉപഭോക്തൃ സംരക്ഷണ നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റു പരിഹാര മാർഗങ്ങളിലേക്കൊന്നും പോയി അവസാനം മാത്രം സമീപിക്കാൻ നിൽക്കാതെ നേരിട്ട് നമ്മുടെ ക്ലെയിം നിരസിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഉപഭോക്തൃ കമ്മീഷനുകളെ സമീപിക്കാൻ കഴിയും. ഉപഭോക്തൃ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള മാതൃക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. പ്രസ്തുത മാതൃകയിൽ തയ്യാറാക്കിയ പരാതിയും അനുബന്ധ രേഖകൾ എന്ന് പറയുമ്പോൾ ഈ കേസ് നിലനിൽക്കുന്നതിന് ആവശ്യമായ തെളിവുകളാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്ലെയിം റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ റിപ്പോർട്ട്, അതേപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി, ഹോസ്പിറ്റൽ ബില്ലുകൾ പേ ചെയ്ത പേയ്മെന്റ് ബില്ലുകൾ, ഇൻവോയ്സുകൾ, ഇങ്ങനെ കേസിന് ബലം നൽകുന്ന ഏത് രേഖകളും നമുക്ക് പരാതിയോടൊപ്പം ഡോക്യുമെന്റുകളായി സമർപ്പിക്കാം. പരാതി ബന്ധപ്പെട്ട മാതൃകയിൽ ഒപ്പിട്ട് തയ്യാറാക്കി ഡോക്യുമെന്റുകളും തയ്യാറാക്കുക. ഇതിനു ശേഷം www.ejagriti.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അത് ബേസിക് ഇൻഫർമേഷൻ എല്ലാം നൽകിക്കൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ തയ്യാറാക്കിയ പരാതിയും ഡോക്യുമെന്റുകളും ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. വെബ്സൈറ്റിൽ പരാതിയും ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യുമ്പോൾ സബ്മിഷൻ കൊടുത്ത ശേഷം നമുക്കൊരു റഫറൻസ് നമ്പർ ലഭിക്കും. ഈ റഫറൻസ് നമ്പർ രേഖപ്പെടുത്തി നമ്മളുടെ ഫിസിക്കൽ പരാതി ഏത് ജില്ലയിലാണോ നമ്മൾ പരാതി കൊടുക്കുന്നത് അവിടുത്തെ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിൽ സമർപ്പിക്കുക. കോടതിയിൽ സമർപ്പിച്ച് ഏകദേശം 2-3 ദിവസങ്ങൾക്കകം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗിൻ ID പ്രവേശിച്ച് നോക്കിയാൽ നമ്മുടെ കേസ് നമ്പറും അത് ആദ്യം പോസ്റ്റ് ചെയ്യുന്ന തീയതിയും അവിടെ നമുക്ക് കാണാൻ കഴിയും. ആ തീയതിയിൽ 11 മണിക്ക് മുമ്പായി അല്ലെങ്കിൽ 10:30 മുമ്പായി കോടതിയിൽ ഹാജരായി അന്നത്തെ ഹിയറിങ്ങിന് ശേഷം അടുത്ത ഡേറ്റ് നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് ഏതെങ്കിലും ദിവസം ഹാജരാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ച് നോക്കിയാൽ നമ്മൾ ഹാജരാവാത്ത ദിവസം എന്താണ് നടന്നതെന്ന് അവിടെ പ്രൊസീഡിങ്സ് കാണാൻ കഴിയും. നെക്സ്റ്റ്
പോസ്റ്റിംഗ് ഡേറ്റും ആ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് കേസ് സംബന്ധമായ എല്ലാ വിവരങ്ങളും ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. മെഡിസെപ്പിന്റെ ക്ലെയിം നിരസിക്കപ്പെട്ടാൽ രണ്ടാമതായി നമുക്കുള്ള പരിഹാര മാർഗമാണ് ഉപഭോക്തൃ കമ്മീഷൻ അല്ലാതെ രണ്ടാമതുള്ള പരിഹാര മാർഗം പെർമനന്റ് ലോക അദാലത്ത് എന്നറിയപ്പെടുന്ന PLA കോടതികളാണ്. എല്ലാ ജില്ലകളിലും പെർമനന്റ് ലോക അദാലത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങൾക്കും പെർമനന്റ് ലോക അദാലത്തുകളെയും ക്ലെയിം നിരസിക്കപ്പെട്ട ഉപഭോക്താവിന് സമീപിക്കാവുന്നതാണ്. മൂന്നാമതായി മെഡിസെപ്പിന്റെ ക്ലെയിം നിരസിക്കപ്പെട്ടാൽ സമീപിക്കാവുന്നത് മെഡിസെപ്പ് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ത്രിതല റിഡ്രസൽ മെക്കാനിസമാണ്. അതിൽ ആദ്യപടി എന്നത് ക്ലെയിം നിരസിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ അപ്പീൽ സംവിധാനങ്ങൾ ഇത് പരിശോധിച്ച ശേഷം അവർ അതിലൊരു ഡിസിഷൻ എടുക്കുന്നു. ഈ ഡിസിഷനിൽ നമ്മൾ തൃപ്തരല്ലെങ്കിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല റിഡ്രസൽ മെക്കാനിസം ഉണ്ട്. ജില്ലാതല റിഡ്രസൽ മെക്കാനിസത്തിലും നമ്മൾ തൃപ്തരല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഫിനാൻസിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാന റിഡ്രസൽ മെക്കാനിസം ഉണ്ട്. അവരെയും സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, പെർമനന്റ് ലോക അദാലത്ത്, അതേപോലെ തന്നെ മെഡിസെപ്പിന്റെ തന്നെയുള്ള ത്രിതല റിഡ്രസൽ മെക്കാനിസം, ഈ 3 സംവിധാനങ്ങളാണ് മെഡിസെപ്പിന്റെ ഒരു ക്ലെയിം നിരസിക്കപ്പെട്ടാൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമീപിക്കാനുള്ള നിയമപരമായ നടപടികൾ.